യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന യൂട്യൂബിൽ ഇപ്പം ആക്റ്റീവായിട്ടിരിക്കുന്ന കുറേ പേർക്കുള്ള ഒരു ഡൗട്ടാണ് സ്ക്രീൻ കാസ്റ്റ് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ മോണിറ്റൈസേഷൻ ആക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു വലിയ ഡൗട്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പം സ്ക്രീൻ കാസ്റ്റ് വീഡിയോ എന്നുള്ള കാര്യം ഒരുമാതിരിപ്പെട്ട സാധാരണപ്പെട്ട ആൾക്കാർക്ക് അറിയില്ല, അല്ലെങ്കിൽ നോർമലി വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയില്ലായിരിക്കും എന്താണ് സ്ക്രീൻ കാസ്റ്റ് ലൈവ് എന്നുള്ള കാര്യം. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വേണ്ട 2 കാര്യമാണ്. ഒന്ന് 1000 സബ്സ്ക്രൈബേഴ്സ്, രണ്ടാമത് 4000 വാച്ച് ഹവേഴ്സ് എന്നുള്ളത്. ഹാഫ് മോണിറ്റൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ 3000 വാച്ച് ഹവേഴ്സ് വരെ മതിയാവും. പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. 4000 വാച്ച് ഹവർ തന്നെ പൂർത്തിയാക്കി ഫുൾ മോണിറ്റൈസേഷൻ ഓണാക്കുന്നതായിരിക്കും എപ്പോഴും സേഫ് സോൺ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന എല്ലാവരും കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സത്യം നിങ്ങൾക്കറിയോ. പക്ഷേ ഇത് ഭയങ്കര പാടാണ്, ഈ 1000 സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ 4000 വാച്ച് ഹവേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം. അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. മീൻസ് 50 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈവിൽ പോകാനുള്ളൊരു ഓപ്ഷനുണ്ട്. നമുക്ക് അതിനുള്ള റിക്വസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം നമുക്ക് ലൈവിൽ പോകാൻ വേണ്ടി സാധിക്കും. ലൈവ് 2 തരത്തിലുണ്ട്. അതായത് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ തന്നെ നമുക്ക് ലൈവിൽ വന്നിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇതിൽ വരുന്ന ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അവർ നമ്മളോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കും, നമുക്ക് തിരിച്ച് അവരോട് സംസാരിക്കാം, അവരിടുന്ന കമൻറ്റ്സ് നമുക്ക് റിപ്ലൈ കൊടുക്കാം. അത് നോർമൽ ലൈവ്. മീൻസ് അങ്ങനെ ഒരു ലൈവ് ഇടുമ്പോൾ നമുക്ക് ആ ലൈവിലെ ആൾക്കാർ ഒരുപാട് വ്യൂസ് കൂടുന്നതനുസരിച്ചിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ കുറേ പേര് എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നതനുസരിച്ചിട്ടൊക്കെ നമുക്ക് പതുക്കെ വാച്ച് ടൈം ഹവേഴ്സ് കിട്ടുന്നതായിരിക്കും. അതാണ് ലൈവിൽ വരുന്നുണ്ട് ഉള്ള ഒരു മെയിൻ ഗുണം. ഇനി ഞാൻ ആദ്യം പറഞ്ഞൊരു സംഭവത്തിലോട്ട് വരാം. സ്ക്രീൻ കാസ്റ്റ് ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് കാണിക്കാണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ ഡയറക്റ്റ് സംസാരിക്കാണ്ട് നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന എന്തെങ്കിലും ഒരു വീഡിയോ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാത്സ് കണക്കോ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗെയിമോ, അല്ലെങ്കിൽ നമ്മൾ ഗെയിം കളിച്ച് വെച്ചേക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്ക്രീൻ കാസ്റ്റ് ലൈവായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം സ്ക്രീൻ കാസ്റ്റ് ലൈവ് അതിങ്ങനെ ലൈവിൽ ഓടിക്കൊണ്ടേയിരിക്കും. അതിൽ ആൾക്കാർ വന്ന് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് വാച്ച് ടൈം ഹവേഴ്സ് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ വേറെ ജോലി നടക്കും. ഈ ലൈവിൽ പോയിട്ട് നമ്മളിങ്ങനെ ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ അതിൽ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ യൂട്യൂബിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ അകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ക്രൈറ്റീരിയ പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മളെന്തായാലും ആ ഒരു ലൈവ് ഓടിക്കൊണ്ടിരിക്കുമ്പം അതിൻ്റെ അകത്തിൽ കമൻറ്റ്സ് വരുമല്ലോ, ആൾക്കാരുടെ കമൻറ്റ്സ് വരും. ഇതെന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നതിനോട് നമ്മൾ റിയാക്ട് ചെയ്യണം. അവർ പറയുന്നത് ഒന്നുകിൽ നമ്മുടെ ഫേസ് വെച്ചിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വോയിസ് അതിന് കൊടുക്കുക, വോയിസ് റിപ്ലൈ കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് അവർ പറയുന്നൊരു കാര്യം. അപ്പം സ്ക്രീൻ കാസ്റ്റ് ലൈവ് വെച്ചിട്ട് മോണിറ്റൈസേഷൻ ആയ ചാനൽസ് ഒരുപാടുണ്ട്, എന്നാൽ റിജക്റ്റ് ആയ ചാനൽസും വേറെ ഒരുപാടുണ്ട്. കാരണം അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം ഇതാണ്. സ്ക്രീൻ കാസ്റ്റ് ലൈവ് ആണെന്നുണ്ടെങ്കിൽ അത് ഓടിക്കൊണ്ടിരിക്കും, പക്ഷേ ആ ഒരു സമയം നമ്മൾ വേറെ വർക്കുകളൊക്കെ ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളിത് കാണുന്നില്ല. അപ്പം ആ ഒരു സമയത്ത് ആരെങ്കിലും കമൻറ്റോ കാര്യങ്ങളോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കാൻ സാധിക്കത്തില്ല. സോ എപ്പോഴും സ്ക്രീൻ കാസ്റ്റ് ലൈവ് മോണിറ്റൈസേഷൻ ആവുന്ന ഒരു ചാനൽ ആയിട്ടില്ലാത്തൊരു ചാനലാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാസ്റ്റ് ലൈവിനെക്കാട്ടിലും ബെറ്റർ നമ്മുടെ മെയിൻ, അതായത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പോണക്കുള്ള ഒരു നോർമൽ ലൈവ് ആയിരിക്കും നല്ലത്. നിങ്ങൾ ഒരേ സമയത്ത് തന്നെ ലൈവിൽ വരാൻ വേണ്ടി നോക്കുക, കുറേ സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അവരോടൊക്കെ നന്നായിട്ട് പെരുമാറാൻ വേണ്ടി ശ്രമിക്കുക. കുറേ ചീത്ത പറയുന്ന ലൈവുകൾ, അല്ലെന്നുണ്ടെങ്കിൽ മോശപ്പെട്ട ലൈവുകളൊക്കെ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലൈവിലൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മോശം കമൻറ്റ്സ്, ഒരുപാട് മോശം ആൾക്കാരൊക്കെ വന്ന് മോശപ്പെട്ട രീതിയിൽ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. നമുക്ക് ക്ഷമ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും ലൈവിൽ വന്നിരിക്കുക. ക്ഷമ പ്രാക്ടീസ് ചെയ്ത് ഫസ്റ്റ് ലൈവ് വെച്ചേക്കുക. അതിന് ശേഷം നമ്മൾ ലൈവിൽ വന്നിട്ടിരിക്കുക, സംസാരിക്കുക. നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും. പക്ഷേ ഇങ്ങനെ നേരിട്ട് ലൈവിൽ വന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര സ്ലോലി ആയിരിക്കും നമുക്ക് വാച്ച് ഹവേഴ്സ് കിട്ടുന്നത്. അതല്ല, ഇനി നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ റീച്ചായിട്ടാണ് പോകുന്നതെങ്കിൽ, ഒരു 50 ആൾക്കാർ അല്ലെ 50K 1 ലാഖിനൊക്കെ മേളിലാണ് നമ്മുടെ വ്യൂസ് പോകുന്നതെങ്കിൽ
തീർച്ചയായിട്ടും അല്ലെങ്കിൽ 1000 ഇതിനൊക്കെ മുകളിലാണ് നമ്മുടെ വ്യൂസ് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് 365 ദിവസത്തിനുള്ളിൽ 4000 വാച്ച് ഹവേഴ്സ് തയ്ക്കാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും. എഴഞ്ഞ് ആമ പോകുന്ന പോണൊക്കെ ലൈവിൽ നമുക്ക് വാച്ച് ഹവേഴ്സ് തയ്ക്കാൻ പറ്റത്തുള്ളൂ. ഞാനത് അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഓരോരോ അറിവുകൾ, ഓരോരോ കാര്യങ്ങൾ ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പം സ്ക്രീൻ കാസ്റ്റ് ലൈവ് ആണെന്നുണ്ടെങ്കിൽ ഓടും. ഇതിനെക്കാട്ടിലും പെട്ടെന്ന് നമുക്ക് വാച്ച് ഹവേഴ്സ് പൂർത്തിയാക്കാൻ സാധിക്കും. പക്ഷേ നമുക്കൊരു മോണിറ്റൈസേഷൻ പ്രക്രിയ മീൻസ് 4000 വാച്ച് ഹവർ പൂർത്തിയാവുന്ന സമയത്ത് നമ്മളത് അപ്ലൈ ചെയ്യാൻ നേരത്തെ ചിലപ്പോൾ അവർ റിജക്റ്റ് ചെയ്ത് കളയാൻ ചാൻസ് ഉണ്ട് സ്ക്രീൻ കാസ്റ്റ് ലൈവിന്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സ്ക്രീൻ കാസ്റ്റ് ലൈവിനെക്കാട്ടിലും കൂടുതൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ലാത്തൊരു ചാനലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ടു ഫേസ് ലൈവ് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത്. അതിന് ശേഷം മോണിറ്റൈസേഷനൊക്കെ ആയതിനു ശേഷം വേണമെങ്കിൽ സ്ക്രീൻ കാസ്റ്റ് ലൈവ് വരാം. നമുക്ക് റിസ്ക് വരുന്നില്ല. നമ്മുടെ ചാനലിന് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഇല്ല. നമുക്കതിൽ വെച്ച് ചെറിയൊരു ഏണിങ്സ് കിട്ടുന്നതുമായിരിക്കും. അപ്പം സ്ക്രീൻ കാസ്റ്റ് ലൈവ് അറിയാവുന്നവർക്കറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമ്മുടെ ഫേസ് ടു ഫേസ് കാണിക്കാതെ നമ്മൾ ഏതെങ്കിലും വീഡിയോസ് എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസിനടുത്ത് ലൂപ്പ് ചെയ്ത് ഓടിക്കുന്നതിനാണ് സ്ക്രീൻ കാസ്റ്റ് ലൈവ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോ കടന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കോളും, യൂട്യൂബ് ലൈവായിട്ട് പോവുകയും ചെയ്യും. കണ്ടിട്ടില്ലേ, നിങ്ങൾ ചില വീഡിയോസിനകത്ത് കണ്ടിട്ടില്ലേ, ചിലർ പാചകം ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അതിൻ്റെ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ലൈവിൽ കഥ പറയുമായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടാക്കുന്ന മീൻസ് പച്ചക്കറി ഉണ്ടാക്കുന്നതോ പച്ചക്കറി അരിയുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും കാണുന്നത്. അപ്പം അതാണ് സ്ക്രീൻ കാസ്റ്റ് ലൈവ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് കിട്ടുന്ന ഓരോരോ അറിവുകൾ, കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പകർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ തന്ന ചെറിയ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്രദമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കൂടി സപ്പോർട്ട് ചെയ്യണം. എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കണം. എൻ്റെ ഓരോ വീഡിയോസും ഓരോ ദിവസം വരും. അപ്പോൾ ലൈക്കും കമൻറ്റും ഒക്കെ മസ്റ്റാണ് മക്കളെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം